മഹാഗുരു ശരണം. ഇന്ന് ഏപ്രിൽ 2 ബുധനാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അപ്പോൾ രാവിലെ ഒരു 9:15 തൊട്ട് മെസ്സേജ് വന്നു തുടങ്ങി. ഇന്ന് വീഡിയോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു തുടങ്ങി. അപ്പോൾ എൻ്റെതായ ഉപാസനകളുണ്ട്. വേറെ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഞാൻ ശനീശ്വരനെ കുറിച്ച് കുറേയധികം പറയുന്നുണ്ട്, ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത്. അപ്പോൾ നേരത്തെ തൊട്ടേ ഉള്ളതാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പ് തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ അലക്കാനിടും. അപ്പോൾ അതിട്ട് അത് ഓൺ ചെയ്യും. അതുപോലെ പാത്രം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ തേക്കും. അത് സന്തോഷത്തോടെ ശനീശ്വര പ്രീതി കിട്ടുന്നു എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ശനീശ്വരനെ സേവിക്കുന്നു എന്നുള്ള ആ ഭയഭക്തിയോടുകൂടി തന്നെ പാത്രങ്ങളൊക്കെ തേച്ച് ഇതൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞാണ് കുളിക്കാൻ പോകുന്നത്. അപ്പോൾ കുളി കഴിഞ്ഞ് ഇത് പലർക്കും ആണുങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം കേട്ടോ. ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരും. കാര്യം ഇത് സ്ത്രീകളുടെ മാത്രം ജോലിയാണെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുളി കഴിഞ്ഞാൽ പിന്നെ എൻ്റെതായ ഉപാസനകളുണ്ട്. അത് ജപം, അത് ഇതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇന്ന സമയമൊന്നും ക്ലിപ്തമൊന്നുമില്ല. എനിക്കത് തൃപ്തിയായി ഇതാകുന്നവരെ അത് മെഡിറ്റേഷൻ അതൊക്കെ ഇങ്ങനെ നടക്കും. അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതനുസരിച്ച് വൈഫ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പാത്രങ്ങൾ ഞാൻ തന്നെയാണ് തേക്കുന്നത്. മനസ്സിലായി? അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം വാട്സാപ്പിൽ ഏതെങ്കിലും വന്നോ എന്താണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുങ്ങിണി സംസാരിക്കുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് ഒരെണ്ണമുണ്ട്. അതിൽ ഇപ്പോൾ ഇന്നലെ എനിക്ക് വോയിസ് ഇടാൻ പറ്റിയില്ല. മനസ്സിലായി? അത് ആത്മാക്കളെക്കുറിച്ച് അതൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പണ്ട് ഇതുപോലെ ഗ്രൂപ്പ് ഉണ്ടായിട്ട് കുറേയധികം എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർ ശരി ഇത് പേടിയാവുന്നു എന്ന് പറഞ്ഞ് പോയി. അപ്പോൾ അതിൽ പേടിയൊന്നും ഇല്ലാണ്ട് ഡെയിലി അതിൽ സജീവമാകാൻ പറ്റുന്ന ആൾക്കാരെ കുറച്ച് പേരെ നിലനിർത്തിക്കൊണ്ട് ആ ഗ്രൂപ്പ് രണ്ടാമത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ സാധാരണ എല്ലാ ദിവസവും വോയിസ് ഇടുന്ന ഇന്നലെ ഇടാൻ പറ്റില്ല, മീനഭരണിയായിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത് താമസിക്കുന്നത് ഇന്ന്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി രാവിലെ ഇതൊക്കെ കഴിഞ്ഞാൽ ആദ്യമേ വീഡിയോ ഇടുകയാണ്. കാര്യം കുറേ അധികം ആൾക്കാർ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഇങ്ങനെ ചെറിയ ഒരു കൂടുതൽ കുറവ് വരും. അതെല്ലാവരും ദയവ് ചെയ്ത് ക്ഷമിക്കുക. പിന്നെ വിളിക്കുന്നവരുടെ എല്ലാവരുടെയും ഭൂരിഭാഗം പേരുടെയും ഇത് സാമ്പത്തികമാണ്. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ചക്രമാണ്, ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ്. ഇത് ഒരു ചക്രം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിൽക്കിയാൽ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആ കറങ്ങുന്ന ചക്രം, ആ കറക്കത്തിനൊപ്പം നമ്മളും ഒപ്പം കറങ്ങുക എന്നുള്ളതാണ് ആ ചക്രത്തിൻ്റെ ആ എനർജിയിലിരിക്കാനുള്ള ഒരു സൂത്രം. ഇതിൽ വേറൊന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും സമ്പന്നരാണ്. നമ്മൾ ചില സമയത്ത് തൊഴിൽദാതാവോ അല്ലെങ്കിൽ കൂലി കൊടുക്കുന്ന ആളോ ശമ്പളം കൊടുക്കുന്ന ആളോ ആവും. ആ സമയത്ത് നമ്മൾ അനുകമ്പാപൂർവം നമ്മൾ പെരുമാറിയാൽ നമ്മളിലേക്കും അനുകമ്പാപൂർവമായ പെരുമാറ്റം വരും. അപ്പോൾ ചോദിക്കുക, നമ്മളാർക്കാണ് ശമ്പളം കൊടുക്കുന്നത്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ വിചാരിക്കും. നിസാരം പറയാം. ഇപ്പോൾ വേസ്റ്റ് എടുക്കുന്നുണ്ടല്ലേ, തൊഴിലുറപ്പ് വേസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇതിന് വരും. അപ്പോൾ നിങ്ങൾ ഡെയിലി വരുന്നില്ല, ഇതില്ല എന്നൊന്നും ഇത് ചെയ്യാണ്ട് അവരെന്താണോ ചോദിക്കുന്നത് അത് കൊടുക്കുക. കാര്യം നമ്മളങ്ങനെ തർക്കിക്കാം, ഓക്കെ, എല്ലാ കാര്യങ്ങൾക്കും തർക്കം മതി, ഇതൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ കുറേയൊക്കെ നമ്മൾ മനഃപൂർവ്വം പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഓക്കെ, ഇതും ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരുടെ എന്നുള്ളതല്ല, വേറെ ഏതാണെങ്കിലും ഞാൻ പറയാം, തൊഴിലുറപ്പെന്നുള്ളതല്ല, ഏത് കാര്യം. ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റാത്തത് പോർട്ടറുടെ ആവശ്യം വരുന്നു. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ദയവ് ചെയ്ത് അവർ ചോദിക്കുന്ന കൊടുക്കുക. നമുക്ക് സാധിക്കുമെങ്കിൽ കേട്ടോ, ഇപ്പോൾ സാധിക്കുമെങ്കിൽ മാത്രം അതിന് വേണ്ടിയിട്ട് വില പേശാണ്ടിരിക്കുക. കാര്യം ഒരു പക്ഷേ അത് ആ ആൾക്ക്, ആ വ്യക്തിക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാനോ വീട്ടിലെ അത്യാവശ്യത്തിനായിരിക്കും 10, 20, 50 രൂപ കൂടുതൽ പറഞ്ഞത്. അപ്പോൾ നമ്മളത് കഴിയുമെങ്കിൽ പേശാണ്ടിരിക്കുക. മനസ്സിലായി? അതുപോലെ ഈ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്ത്, അങ്ങനത്തെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ, ചിലർ അടുക്കള ക്ലീൻ ചെയ്യാനൊക്കെ വീട്ടിൽ ആൾക്കാർ നിർത്തുമല്ലോ. അപ്പോൾ അവരെല്ലാം ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ അവർക്ക് കൊടുക്കുക. സന്തോഷത്തോടെ അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ കിട്ടും. ആര് സന്തോഷത്തോടെ തരുന്നൊന്നും ആരും ആലോചിക്കേണ്ട. അത് കിട്ടേണ്ട രീതിയിൽ അത് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് പലരും വ്യക്തിപരമായിട്ട് അറിയിച്ചിട്ടുണ്ട്, ഇന്ന് 10 കോടിയുടെ ബമ്പർ നറുക്കെടുപ്പാണ്.
കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന സാത്വിക വരുമാന മാർഗ്ഗമാണ് ലോട്ടറി. ഒരു താമസ വരുമാന മാർഗ്ഗമാണ് ബീവറേജ്. മനസ്സിലായോ? ലോട്ടറി ഒക്കെ കിട്ടിയവർക്ക് കോടീശ്വരന്മാരായി കിട്ടുന്നവർ കുറേ പേരുടെ പണം അവർ സംഭാവന ചെയ്തു. ചിലർ കോടീശ്വരന്മാരാകാനായിട്ട് നമ്മളും സംഭാവന ചെയ്തു എന്ന് അഭിമാനിക്കുക. അപ്പോൾ അതിൽ എടുത്തവർക്കെല്ലാം അതിൻ്റെ ഭാഗ്യങ്ങൾ സിദ്ധിക്കട്ടെ എന്ന് അതും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സങ്കല്പം ചെയ്യുന്നു. എപ്പോഴും എല്ലാവരും പറയും ഫിനാൻഷ്യൽ പ്രോബ്ലം, ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കും. ദയവ് ചെയ്ത് അത് ഉപയോഗിക്കേണ്ടത്. നമ്മുടെ വാക്കുകളിൽ നമ്മൾ സൊല്യൂഷൻസ്, എനിക്ക് ഫിനാൻഷ്യൽ ഇൻക്രീസ് ആകണം, അതിനുള്ള വേറെ അങ്ങനെയൊന്ന് പറഞ്ഞ് ശീലിക്കൂ. ഇപ്പോൾ എനിക്ക് അയക്കുന്ന മെസ്സേജുകളാണെങ്കിലും സൊല്യൂഷൻസ് ചോദിക്കൂ. ദയവ് ചെയ്ത് സൊല്യൂഷൻസ് ചോദിക്കാതെ ക്രൈസിസ് ഇതെന്നുള്ള വാക്കുകൾ യൂസ് ചെയ്യാതെ. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പല ടെക്നിക്കുകളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ്റെ മെസ്സേജ് കണ്ട് വാട്സാപ്പിൽ, സാറ് പറഞ്ഞ ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു, ദയവ് ചെയ്ത് ഞാൻ ബൈപ്പാസ് കഴിഞ്ഞ ആളാണ്, എല്ലാം ഈ പൈൽസാണ് അതിവിടെയുണ്ട്, ഇതാണോ അതുണ്ട്, കാലുവേദനയാണോ അതുണ്ട്, നടുവേദനയാണ്, ഏത് സാധനവും സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ. അപ്പോൾ ആ അനുഭവങ്ങളിലൂടെ എല്ലാം പോയിട്ടാണ് ഞാൻ ഈ പറയുന്ന ഉദ്ബോധനം നടത്തണത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ചു, കാര്യം പൈൽസിൻ്റെ മരുന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, മരുന്നിൻ്റെ പേര് പറയുന്നുണ്ട്, പക്ഷേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പച്ചമരുന്ന് അതാണെന്ന് കൺഫേം ചെയ്യും. അത് പച്ചമരുന്ന് കടക്കാരോട് പോയി കൺഫേം ചെയ്യുന്നു എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, സാറേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പൈൽസ് വന്നു കഴിഞ്ഞാൽ, ഇരിക്കാനും നിൽക്കാനും എനിക്കറിയാം. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, എനിക്ക് 10 വയസ്സിൽ വന്നു തുടങ്ങി, 10 വയസ്സ് തൊട്ട് വന്ന് ഇപ്പോഴും ആ മരുന്ന് വല്ലപ്പോഴും 5 വർഷത്തിലൊരിക്കൽ മതി, 2 ദിവസത്തേക്ക് ആ മരുന്ന് കഴിച്ചാൽ മതി. അത്രയ്ക്ക് പവർഫുൾ മരുന്നാണ്. ഡോക്ടർ ഇന്ദിരാമ്മ മാമാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഡോക്ടർ ഇന്ദിരാമ്മ മാമിന് അതിൻ്റെ ഒരു പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു, കടപ്പാട് അറിയിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വരുമ്പോൾ പ്രത്യേകിച്ച് ബാങ്കിൽ ജോലിയായിരുന്നപ്പോൾ പൈൽസ് വന്നാൽ ഉള്ള ഞെളിപിരി കൊള്ളൽ എന്താണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് അറിയാം. അപ്പം എന്ത് സാധനമാണെന്ന് പറഞ്ഞാലും അത് അറിയാം. ഇപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ എന്താണെന്നറിയാം, എനിക്ക് തോന്നുന്നത് 2018 തോന്നണം അല്ലേ, ജൂൺ 21 യോഗ ഡേ ആയിട്ട് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി സാറ് പ്രഖ്യാപിച്ചു. ഏതാണെന്നറിയില്ല, ഇതേതായാലും ഈ സംഭവം നടക്കുന്നത് ജൂൺ 21 ബാങ്കിൽ വെച്ച്. അപ്പോൾ ഞാൻ പാറമേക്കാവ് ബ്രാഞ്ച് ജോലി ചെയ്യുക. അപ്പോൾ ഒരാൾ പറഞ്ഞ് നമുക്ക് പുഷപ്പ് അടിക്കാമെന്ന് പറഞ്ഞു, 10 എണ്ണം പുഷപ്പ് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നവംബറിലാണ് എനിക്ക് ബൈപ്പാസ് സർജറി കേട്ടോ. എനിക്കൊരു ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. ഞാൻ 10 എണ്ണം അടിച്ച്, എന്നാലാകുന്ന രീതിയിൽ 10 എണ്ണം. എനിക്ക് തന്നെ അതിശയമായി. കാര്യം ഒരു ടീമായിട്ട് ചെയ്യുമ്പോൾ നമ്മളും അടിക്കുന്നു, മനസ്സിലായോ? അപ്പോൾ ദയവ് ചെയ്ത് നമ്മൾ മാനസികമായിട്ട് ശക്തരാകുക. ഇതാണ് എനിക്ക് ഇതുണ്ടെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എനർജി ലൂസാകും, അത് ഓറയെ ബാധിക്കും. ദയവ് ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ചോദിക്കും, എനിക്ക് ഈ പ്രശ്നമുണ്ട്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ആ പ്രശ്നം ഇല്ലെന്നാണോ പറയുന്നത്? അല്ല, പ്രശ്നമുണ്ട്. പക്ഷേ ആയുസ്സെന്ന് പറയുന്നൊരു കാര്യം ദൈവം എന്ന് പറയുന്നൊരു ശക്തി തരുന്നതാണ്. ആ ദൈവം നമ്മൾക്ക് ആയുസ് നീട്ടാനും കുറയ്ക്കാനും എല്ലാം ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ആയുസ് നമ്മുടെ ആഗ്രഹത്തിൻ്റെ അത്രയും നമ്മുടെ ഈ ശരീരത്തിൽ ഈ ജീവനെ പിടിച്ചു നിർത്താൻ, ആരോഗ്യത്തോടെ സന്തോഷത്തോടെ പിടിച്ചു നിർത്താൻ ദൈവം എന്ന ശക്തിക്ക് കഴിയും. എപ്പോഴും മനസ്സിലാക്കുക, ഗോഡ് ഈസ് ഗ്രേറ്റർ ദാൻ അസ്. നമ്മളെക്കാളും ശക്തനാണ് ദൈവം എന്നുള്ളത് വിശ്വസിക്കുക. ഇനി ദൈവത്തെ വിശ്വസിക്കാത്തവർ, ചിലർ പറയും ഞങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക, ഞങ്ങൾ ഡിങ്കനെയാണ് വിശ്വസിക്കണേന്ന് പറഞ്ഞാൽ ഡിങ്കൻ ശക്തനാണെന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ തന്നെ ശക്തനാണെന്ന് വിചാരിക്കുക. എന്താണെങ്കിലും ശക്തനാണെന്ന് വിചാരിക്കുക, മനസ്സിലായി? ഏതായാലും ഈ ശരീരത്തിൽ ഒരു ദിവസം കയറി ഒരു ദിവസം ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ മാക്സിമം നമ്മൾ പിടിച്ചു തൂങ്ങിയിരിക്കുക. ഇപ്പോൾ വാടകയ്ക്ക് നിൽക്കുന്നവർ 11 മാസത്തെ കാലാവധി എഴുതും. അപ്പോൾ അത് കഴിയുമ്പോൾ ഓണർ പറയും ഇല്ല മാറണം, സമയമായി, വേറെ ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞെങ്കിലും കടിച്ചു തൂങ്ങി ഇങ്ങനെ പിടിച്ച് നിൽക്കില്ല. അതുപോലെ ഇത് ആരോഗ്യത്തോടെ കടിച്ചു തൂങ്ങിയിരിക്കാനുള്ള സൗഭാഗ്യം ചെയ്യാനായിട്ട് സ്വയം അഫർമേഷൻസ് കൊടുക്കുക, മനസ്സിലായോ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നിപ്പോൾ പ്രത്യേകാൽ എന്ന് പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈക്കത്തമ്പലത്തിൽ 12 വർഷത്തിലൊരിക്കൽ തുടങ്ങുന്ന വടക്കുപുറത്ത് പാട്ട് ഇന്ന് മീനമാസത്തിലെ കാർത്തിക നക്ഷത്രം ഇന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞ് പേപ്പറെ കണ്ട്. അപ്പോൾ വൈക്കത്ത് ആ ഭാഗത്ത് അതിൽ സജീവമാകുന്നവർക്ക് അതിൻ്റെ ആശംസകൾ. അതുപോലെ ഞങ്ങളുടെ ഗൗഡസാരസ ബ്രാഹ്മണരുടെ അമ്പലങ്ങളിൽ തൃപ്പൂണിത്തുറ, ചേർത്തല, കൊല്ലം ക്ഷേത്രങ്ങളിൽ ഇന്ന് ആറാട്ടാണ്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെയും എല്ലാവർക്കും നമ്മുടെ ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഉത്സവാശംസകൾ അറിയിക്കുന്നു.
അതുകൊണ്ടാണ് മീനമാസത്തിലെ കാർത്തികയാണ്, അതിൻ്റെതായ പ്രത്യേകത ഉള്ളതുകൊണ്ട് ബുധനാഴ്ചയാണ്. എല്ലാ ദിവസവും നല്ലതാണ്. ചിലർ പറയും നക്ഷത്രം ആ നക്ഷത്രമാണ് ഇത്, എല്ലാ നക്ഷത്രത്തിനെയും തിരുനാളെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ചിത്തിര തിരുനാൾ മഹാരാജാവ്, ഉത്രാടം തിരുനാൾ മഹാരാജാവ്, മൂലം തിരുനാൾ മഹാരാജാവ്, അല്ലേ, ആയില്യം തിരുനാൾ മഹാരാജാവ്. എല്ലാ നാളും നല്ലതാണ്. മനസ്സിലായി? ദയവ് ചെയ്ത് മനസ്സിലാക്കുക, എല്ലാ നാളും നല്ലതാണ്. എന്തെങ്കിലും കൂടുതൽ കുറവുണ്ടെങ്കിൽ നമ്മുടെ കാർമ്മികമാണ്. ആ കാർമ്മികമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മാറ്റാൻ വഴിയുണ്ട്. പിന്നെ കുറേ ആൾക്കാരിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊരു പരിധിയുണ്ട്, ഓരോ ആൾക്കാരുടെ സങ്കല്പം എടുക്കാനായിട്ട് പരിധിയുണ്ട്. ഞാനിങ്ങനെ ജനറലി എല്ലാവർക്കും സങ്കല്പം ചെയ്യുന്നുണ്ട് വീഡിയോയിൽ, അത് വേറെ കാര്യം. പക്ഷേ വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെയും കാര്യം പലതും കാർമ്മിക്കാണെന്നറിയാം. അതിൻ്റെ പോംവഴി പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും നമ്മളതിൻ്റെ കാർമ്മിക്ക് പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യത്തിൽ ഞാൻ മൗനം പാലിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ പറയാവുന്ന ഇത് ചെയ്യാവുന്ന ഒരു പരിധിയുണ്ട്, അതിൽ കൂടുതൽ പറയാൻ പാടില്ല ചില കാര്യങ്ങൾ. അത് അറിയുന്നവർക്കറിയാതെ കാർമിക് എഫക്റ്റ് എന്താണ്, ആ കാർമിക് എഫക്റ്റ് എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് അറിയാം. ഇപ്പം നിസ്സാരം പറയാം, നമ്മൾ ബാങ്കുകളിൽ ഇപ്പോൾ ചിലരെ പരിചയപ്പെടുത്തും, ഇത് നല്ല കസ്റ്റമറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മളെടുക്കും, ഇൻട്രഡ്യൂസർ എന്ന് പറഞ്ഞെടുക്കും. മനസ്സിലായി? അത് ഒഴിവായിരുന്നു. എനിക്ക് തോന്നുന്ന പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് ഇൻട്രഡക്ഷൻ ഇല്ലായിരുന്നു, ആധാർ കാർഡ് മതിയായിരുന്നു എന്നെൻ്റെ ചെറിയ ഓർമ്മ. 10 വർഷത്തിന് മുമ്പത്തെ ആയതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ചിലപ്പോൾ ചിലർ ധനസഹായത്തിന് വരും, ഇന്ന ഇത് വേണം, ഇന്ന സ്കീമിൽ വേണം എന്നൊക്കെ പറയുമ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ മുകളിൽ ഈ ആളെ ഇത് നല്ല ആളാണ് കേട്ടോ, ഇങ്ങേർക്ക് കൊടുത്തു, ഇങ്ങനെ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ബാങ്കിൽ സാധാരണ ഓഫീസേഴ്സ് ചെയ്യുന്നൊരു കാര്യം, ആരാണ് പറഞ്ഞ ആ ആളുടെ പേര്, പുള്ളിയുടെ അക്കൗണ്ട് നമ്പർ, അല്ലെങ്കിൽ ഇത് കഴിയുന്നതും പേനയിൽ എഴുതും, ഇല്ലെങ്കിൽ പെൻസിൽ കൊണ്ടെങ്കിലും മാർക്ക് ചെയ്യും. എന്തെങ്കിലും ഇതിനകത്ത് കൂടുതൽ കുറങ്ങുന്ന ആദ്യം ആളെ വിളിക്കും. അതായത് നിങ്ങൾ പറഞ്ഞിട്ട് ഇത് ചെയ്താൽ പുള്ളി അത് മര്യാദയ്ക്ക് ഇത് ചെയ്യുന്നില്ല എന്ന് വിളിച്ച് ചോദിക്കും. ഇത് തന്നെയാണ് ഈ കാർമിക് എഫക്റ്റിൽ നമ്മൾ ഇടപെടുമ്പോൾ ഉള്ള പ്രശ്നം. അതാണ് ഞാൻ ഈ ഉള്ള കാര്യം ഓപ്പണായിട്ട് തുറന്ന് പറയാം, മറച്ചു വയ്ക്കുന്നില്ല. പിന്നെ അതിന് ഇത് ചെയ്യാനായിട്ട് കുറേ പേര് പൂജകൾ അത് ഇതാണെന്ന് പറഞ്ഞിട്ട് ആ പൂജ ചെയ്യണം ഈ പൂജ ചെയ്യണമെന്നും പറഞ്ഞ് അത് പൂജകൾ ചെയ്യുന്നു. ഓക്കെ, പൂജകൾക്ക് അതിൻ്റേതായ എഫക്റ്റ് ഉണ്ട്. പക്ഷേ പൂജകൾ ചെയ്താൽ ഫലം കിട്ടാത്തതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി പൂജ ചെയ്ത ആൾ നമ്മുടെ തലയെ കൈവച്ചിട്ട് അനുഗ്രഹിച്ചാൽ അതൊരു 75-80%, ഒരു പക്ഷേ ചിലപ്പോൾ 95% വരെ, എത്ര തീവ്രമായിട്ട് ചെയ്യുന്നു, എത്ര തീവ്രമായിട്ട് ബ്ലസ് ചെയ്യുന്നു, അതുവരെയും അതിൻ്റെ ഫലം കിട്ടും. പക്ഷേ അത് ചെയ്യുന്നില്ല. അവിടെയും ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നു. പണത്തിന് ഉച്ചനീചത്വമില്ല. പണം കയ്യിൽ വാങ്ങിക്കുകയില്ല, അവിടെ വെച്ചോളാൻ പറയും. മനസ്സിലായ കാര്യം? ലക്ഷ്മി ദേവിയാണല്ലോ, അതുപോലും കയ്യിലൊരു ഒരു താമ്പളം, ഒരു തട്ടം പിടിച്ച് അതിലെങ്കിലും ഇടാൻ പറയും. അതൊന്നും ചെയ്യുന്നില്ല, അത് താഴെ വയ്ക്കാൻ പറയുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇന്നലെ മീനഭരണി ആയിരുന്നു, കുറേ അധികം ആൾക്കാരെ ബ്ലസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതും ഒരു നല്ലൊരു അനുഭവം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാ ദിവസവും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാത്തിരുന്ന് കാണുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. പലരും വിളിക്കണം എന്നൊക്കെ പറയുന്നു. ഞാൻ ചിലരെ വിളിക്കുന്നുണ്ട്, ചിലരെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. പലവിധ ഇതാണ്. മനസ്സിലായി? ഇപ്പോൾ ഒരാളെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഒരു ദിവസം ഇപ്പോൾ മിനിമം ഒരു 15 പേരെ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ പറ്റുന്നില്ല. ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൊബൈലിൽ തന്നെ നോക്കിയിരുന്ന അതിൻ്റേതായ ഒരിതുള്ളത് കൊണ്ടാണ് കേട്ടോ. അത് ക്ഷമിക്കുക. നേരത്തെ ഒരു 35-40 വരെയല്ല ഇതുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു കണക്കെടുത്തിട്ട് പറയാം, എത്ര പേര് ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെന്നുള്ള എല്ലാം ഞാൻ ഇന്ന് തന്നെ കഴിയുമെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാനിതിടാം. അതിലെത്ര പേര്, ഏതൊക്കെ നക്ഷത്രത്തിലെ എത്ര പേര്, ജസ്റ്റ് നമ്പേഴ്സ് അറിയിക്കാം. ഇന്ന് കാർത്തിക നക്ഷത്രമല്ലേ, ഞാൻ നമ്പേഴ്സ് അറിയിക്കാം, ജസ്റ്റ് അറിയാനായിട്ട്. അപ്പോൾ ചിലരിപ്പോൾ യൂട്യൂബിൻ്റെ താഴെ പറയുന്നുണ്ട് ഞങ്ങളെ വിളിച്ചു അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റേതായ വ്യക്തിപരമായ ഇതൊരു കാര്യം, അതൊരു ന്യായീകരണമല്ല. തീർച്ചയായിട്ടും എല്ലാവരെയും കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. എന്നാലാകുന്ന ഗൈഡൻസ് എനിക്ക് നിയോഗം ഉണ്ടെങ്കിൽ പറയാം. ദയവ് ചെയ്ത് മനസ്സിലാക്കാൻ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല. ഒരു ആസ്ട്രോളജി കൺസൾട്ടേഷന് വേണ്ടി, ഒരു ജ്യോതിഷപരമായിട്ട് ഒരു പരിഹാരത്തിന് വേണ്ടി ദയവ് ചെയ്ത് ആരും എന്നെ സമീപിക്കരുത്. ഞാൻ അങ്ങനെ പരിഹാരം നിർദ്ദേശിക്കുന്ന ആളല്ല. ആരോടും ആ അർച്ചന ഇത് ചെയ്യുമെന്ന് പറയാറില്ല. ഒന്ന് പറയാം, നിങ്ങളൊരു വിളക്ക് കത്തിച്ച് വെച്ച് കഴിയുമെങ്കിൽ വെളിച്ചെണ്ണ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചെണ്ണ വേണം. അതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നിങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൽ നോക്കി ശുഭം ഭവതു കല്യാണി ആരോഗ്യധന സമ്പദ മമ ബുദ്ധി പ്രകാശായ ദീപജ്യോതി നമോസ്തുതേ എന്ന് ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സമയമോ
സംഖ്യയോ കണക്ക് കൂട്ടാണ്ട് ആയുർദേഹി ധനന്തേഹി വിദ്യാന്തേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി ദേഹിമേ പരമേശ്വരി ആയുർദേഹി ധനന്തേഹി വിദ്യാന്തേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി ദേഹിമേ പരമേശ്വരി എന്നിങ്ങനെ കുറച്ച് നേരം നിങ്ങൾ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് എത്ര നേരം ചൊല്ലാൻ പറ്റുമോ ചൊല്ലുക. നിങ്ങളുടെ ജീവിതം മാറും, ഒരു സംശയമില്ല. അത് കാർമ്മികാകട്ടെ, ശത്രുവാകട്ടെ, മിത്രമാകട്ടെ, സാമ്പത്തികമാകട്ടെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ചൊല്ലി നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാറിക്കാണമെന്ന് ദയവിച്ച് ആരും വിചാരിക്കരുത്. ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മാറ്റങ്ങൾ വരും. ഞാനിത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നതുകൊണ്ട് നാം മാറും എന്നാരോടും വാഗ്വാദവും ചെയ്യരുത്. ഇത് ചെല്ല് പറയും, നമുക്കിട്ട് ചിലർ ശത്രു ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യണം. നമ്മൾ ആരെയും ശത്രുവിനെക്കുറിച്ച് ആലോചിക്കാണ്ടിരിക്കുക. പക്ഷേ ഇത് ചെയ്തു വരുമ്പോൾ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ പണി തന്നാൽ അത് തിരിച്ചു പോയിരിക്കും, റിട്ടേൺ പോയിരിക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്, മനസ്സിലായോ? അത് റിട്ടേൺ പോയിരിക്കും. പക്ഷേ അത് റിട്ടേൺ പോകാനായിട്ട് നമ്മൾ ചെയ്യരുത്. നമുക്കിട്ട് ആരെങ്കിലും എന്തെങ്കിലും പണി തന്നു കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായ പ്രതിപ്രവർത്തനം അവിടെ നടക്കും. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ പറയും, പ്രതിപ്രവർത്തനം നടക്കും. ദയവ് ചെയ്ത് വിശ്വസിക്കുക കേട്ടോ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനകളുടെ ഫലം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ മനോകാമനാഭിഷ്ടവും മനസ്സിലെ ആഗ്രഹങ്ങളും നടക്കുവാനും കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, സമൃദ്ധി ഉണ്ടാകുവാനും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസാനന്തരം നല്ല മാർക്കോടെ ഉന്നത വിജയം നേടി അവർ ആഗ്രഹിക്കുന്ന സർവീസിലോ ജോലിയിലോ പ്രൊഫഷനിലോ അവർ ജോയിൻ ചെയ്യുവാനും അതോടൊപ്പം തന്നെ അവർക്ക് സംസ്കാര സമ്പന്നമായ അതാത് കുലാചാരത്തിനനുസൃതമായ ഒരു ജീവിത പങ്കാളിയെ കിട്ടുവാനും അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വീട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, വ്യാപാര സ്ഥലത്താകട്ടെ, അല്ലെങ്കിൽ പഠിക്കുന്നിടത്താകട്ടെ, പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ, മറ്റ് യാത്രകളിലാകട്ടെ പ്രൊട്ടക്ഷൻ കിട്ടാനും അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന വ്യാപാരം അതുപോലെ ഉദ്യോഗത്തിൽ വരുമാന വർധനവുണ്ടാകുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴും എല്ലാവരുടെയും കുലദേവത, ഗ്രാമദേവത, ഇഷ്ടദേവത, വിശിഷ്യ പിതൃക്കന്മാരുടെ അനുഗ്രഹം കിട്ടി അവരുടെ ജീവിതത്തിൽ ഉത്തരോത്തര അഭിവൃദ്ധി ഉണ്ടാകാനും പോസിറ്റീവായ ചിന്തകൾ വരാനും പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കാനും മനസാ വാചാ കർമ്മണ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നമ്മൾ ഓരോരുത്തരിലേക്കും തിരിച്ചു വരുവാനും എൻ്റെ ഗുരുപരമ്പരകളോട് അതുപോലെ എൻ്റെ ഉപാസനാമൂർത്തികളോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ, താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.